പിടുത്തമുണ്ട്. ഓക്കെ ഊർക്ക പോകുന്നുണ്ടോ? നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ അടുത്തെത്തുമ്പോൾ അതിൻ്റെ തൊട്ട് ഒരു 100 മീറ്റർ കഴിയുമ്പോൾ തന്നെ വലത്തോട്ടൊരു വഴിയുണ്ട്. ഭീംബട്ട് എന്നാണ്. ഭീംബട്ട് ചെറിയ ടെമ്പിളാണ്. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് ഇറങ്ങിയാണ്. കറക്റ്റ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങോട്ടുള്ള വഴി ഇതാണ്. വഴി നല്ല രസമാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ. 100 ഒരു 1/2 കിലോമീറ്റർ ഇറങ്ങി കഴിയുമ്പോൾ വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ആൾക്കാർ നമ്മൾ താഴെ പോയി നാട്ടുകാർ ചോദിച്ചാണ്. ഒരു വീട്ടുകാർ പറഞ്ഞു തന്നാണ് ഇവിടെ ഒന്നേക്ക് നടക്കാമെന്നാണ് പറഞ്ഞത്. നമുക്ക് നടന്നു പോകണം. നോക്കട്ടെ. ഇവിടെയൊന്നും ആരുമില്ല ഒന്ന് വഴി ചോദിക്കാനായിട്ട്. നമ്മൾ ഒരു നടപ്പാത കാണുന്നുണ്ട്. അതുവഴി നടക്കുക. 100 കിലോമീറ്റർ ആണ്ടാ കാണിച്ചേക്കുന്നത്. ഇതാണ് നടപ്പാത പോകുന്നത്. നോക്കട്ടെ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇത് നടക്കുവാണേലേ നല്ലൊരു ഫീൽ. അത് ഇതുണ്ട് ഒരു ചെടി. എൻ്റെ കായ കണ്ട് ചുമന്ന കായ. അതുപോലെ ഇവിടുത്തെ ഈ ചെടിയൊക്കെ കാണാൻ നല്ല രസമാണ്. കളറേ റോങ് ആണോ? എനിക്ക് തോന്നുന്നതാ. ഈ ചെറിയ മുകളിൽ കാണുന്ന സാധനം തോന്നുന്നു. നോക്കട്ടെ. ആ അടുത്തേക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കയറാനാണ് തോന്നുന്നത്. എൻ്റെ മുകളിലാണെന്നുള്ളതാണ്.
അതെ അവിടെ നിന്ന് നടന്നു വന്ന് അവിടുന്ന് നടന്ന് കയറ്റം കയറുക. ഇങ്ങോട്ട് ഇറങ്ങി പോടാ. അതല്ലേ അയ്യോ, ഇവിടെ നിന്ന് ഇവിടെ എത്തി. എൻ്റെ പൊന്നെ സൂപ്പർ. ഇതാണ് ഭീംബട്ട് സ്റ്റോൺ. ഓക്കെ, ഇവരുടെ ചെറിയ അമ്പലം പോലെ ഇവരാരാധിക്കുന്നതാണ്. ഇതിവരിങ്ങനെ ചുറ്റും മൂടി വെച്ചേക്കും. ചുറ്റും കല്ലുകൊണ്ട് തന്നെ ചെയ്തേക്കുക. ഇതാണ് ഭീംബട്ട് സ്റ്റോൺ. ഇതുണ്ട് ഇവിടെയുള്ള പാറകളിലൊക്കെ വ്യത്യാസമായിട്ടുള്ളൊരു പാറയാണിത്. ശരിക്കും ഇവിടെ വരാനായിട്ട് വഴി കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അവിടെ തന്നെ വന്നപ്പോൾ ആ ഗ്രാമത്തിലുള്ളൊരു പശുവിനെ നോക്കിയ നാളോട് ചോദിച്ചിട്ടാണ്, പുള്ളിയാണ് ഏകദേശം വഴി പറഞ്ഞു തന്നത്. ഇവിടുത്തെ സ്ത്രീകളുടെ ഒരു വിശ്വാസപ്രകാരം ഈ സ്റ്റോണിൽ നിന്നുള്ള പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഗർഭവതിയാവുമെന്നൊക്കെ ഉള്ളൊരു വിശ്വാസമൊക്കെ ഇവർക്കിടയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഭീംബട്ട് സ്റ്റോൺ. അതുപോലെ ഇവരുടെ ഇതിന് ഈ ഒരു പേര് വരാൻ ഈ ഗ്രാമവാസികളുടെ വിശ്വാസപ്രകാരം ഭീമൻ്റെ ബോഡിയുടെ സോൾ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അങ്ങനെയാണ് ഇതിന് ഭീംബട്ട് എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത്. ഭീംകാ പത്തർ എന്നുള്ള പേരാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് ആ ഷേപ്പിലും കാര്യങ്ങളും. ചെറിയ ചെറിയ പൂജകളായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. അങ്ങനെ ആർക്കും അങ്ങനെ അറിയത്തൊന്നുമില്ല. ഇങ്ങോട്ട് വഴി കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നല്ലൊരു അന്യൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മലനിരകളുള്ള കാണാം. അതാണ് ടൈഗർ ഹില്ല്. ഇത് ടോളോളിങ്. ഇതിൻ്റെ താഴെയാണ് നമ്മുടെ കാർഗിൽ നമ്മളിപ്പോൾ പോയ മെമ്മോറിയൽ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആ ഗ്രാമം. ഈ ഗ്രാമമൊക്കെ ശരിക്കും നമ്മുടെ യുദ്ധസമയത്ത്, കാർഗിൽ വാർ സമയത്ത് ഈ ഗ്രാമങ്ങളും ഈ സ്ഥലങ്ങളും എല്ലാം ഒഴിപ്പിച്ചതാണ്. എന്നിട്ടാണ് ആ യുദ്ധസമയത്ത് ഇവിടെ ഒരു മനുഷ്യരില്ല, എല്ലാവരും ഒഴിപ്പിച്ച ശേഷമാണ് യുദ്ധം നടത്തിയത്. ഇതാണ് അവിടെ കുതിരകളൊക്കെ മേയുന്നുണ്ട്. നല്ലൊരു സ്ഥലം കേട്ടോ. അവിടെയുള്ളൊരു സെറ്റപ്പാണിത്. പിന്നെ ഇവിടേക്ക് വരാനായിട്ട് നമുക്ക് വഴികളോ സൈൻ ബോർഡുകളോ അങ്ങനെയൊന്നുമില്ല. റോഡിലൊരു സൈൻ ബോർഡ് ഞാൻ കണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഞാനാണ് വഴി തെറ്റി അവിടെ ചെന്നിട്ടൊരു ഗ്രാമത്തിലൊരു ചേച്ചിയോട് ചോദിച്ചു. അപ്പം പുള്ളിക്കാരി പറഞ്ഞു തന്നു. പിന്നെ അവിടെ ആടിനെ മേയ്ക്കുന്നൊരു പുള്ളിയുണ്ട്. ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞു തന്നിട്ടാണ് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ നടന്നൊരു 200 മീറ്ററോളം നടക്കാനുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കിവിടെ എത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ നടന്നു വരുന്ന വഴി ഇതാണ്. ഇതുവഴി വേണം വരാനായിട്ട്. അങ്ങ് ദൂരെ വണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ വരും വണ്ടി കേട്ടോ. വണ്ടി ഇവിടെ വരും. ഇതുണ്ടല്ലോ വീൽപ്പാടയുടെ ഫോട്ടോ.
ഇതേ ചേട്ടൻ പോകുന്നതിന്റെ തേജവികാരം എനിക്ക് മനസ്സിലായി. എനിക്ക് ഇടത്തുമില്ല കാണാൻ തരണം വണ്ടിക്കാരെ പോരാ അതെല്ലാം കണ്ടത്.